അങ്ങനെ ബിഗ് ബോസിലേക്ക് നമ്മുടെ അവസാനത്തെ ആഴ്ച നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു രംഗമുണ്ട്. ഇതുവരെ എവിക്റ്റായി പോയ എല്ലാവരും ഓരോന്നോരോന്നായിട്ട് വരാൻ പോവുകയാണ്. അപ്പാനി ശരത്തല്ല, അപ്പാനി ശരത്തിന്റെ പെട്ടിയാണ് ആദ്യം വന്നത്. അപ്പോഴേ നൂറ ഗസ് ചെയ്തു ഇത് അപ്പാനി ശരത്തായിരിക്കുമെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് നടന്ന സംഭവങ്ങൾ ഒരു സംഭവ ബഹുലം തന്നെയാണ്. അപ്പൊ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും പറഞ്ഞാൽ അപ്പാനിയാണെന്ന് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അത് ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത് അക്ബർ തന്നെയാണ്. അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് അപ്പാനി പുറത്തു പോയതിനു ശേഷവും പലതവണ നമ്മൾ വിറ്റ്നസ് ആയതാണ്. അതൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം അവർ തമ്മിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ അകത്ത് കയറുമ്പോൾ സത്യം പറയാൻ ഉറപ്പായിട്ടും ഞാൻ വിചാരിച്ചു ഈ അനീഷും അപ്പാനിയും എങ്ങനെയായിരിക്കും കോൺവെർസേഷൻ, അപ്പാനിയും ഷാനവാസും തമ്മിൽ എങ്ങനെയായിരിക്കും കോൺവെർസേഷൻ എന്നുള്ളത്. വളരെ പക്വതയോടെ അനീഷ് കാര്യമായിട്ട് തന്നെ ആളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അനീഷിന്റെ ക്യാരക്ടർ അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അനീഷിന് ഈ ഒരു ലവ് ട്രാക്ക് അതൊരു സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനെ ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് കാണാതിരിക്കാം, 50-50 ചാൻസ് ആണ്. പക്ഷേ പുള്ളിക്കാരൻ അത് എക്സിക്യൂട്ട് ചെയ്തത് എന്നാ പിന്നെ അപാര നടനാണ് അനീഷ്, എനിക്ക് അങ്ങനെ പറയേണ്ടി വരും. പക്ഷെ ഞാൻ 50-50 പറയാണ്. പക്ഷെ അനീഷ് അപ്പാനി വന്നപ്പം വളരെ ഹാപ്പി ആയിട്ട് തന്നെ പുള്ളിക്കാരനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ അപ്പാനി ശരത്ത് അനീഷിനോട് പറയുന്നുണ്ട്, അനീഷേ ഞാൻ പോയിട്ട് കുറച്ച് നാളായടാ അനീഷേ എന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും അപ്പാനി പറയുമായിരുന്നു, എപ്പോഴും ആ സോഫയിൽ ഇരുന്ന് പറയുമായിരുന്നു, നീ പോയിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ളൊരു മറുപടി അവിടെ കൊടുത്ത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിനും ഒരു ഡയലോഗും അനീഷ് പറയുന്നില്ല. എന്നാൽ ആദ്യം ജസ്റ്റ് ഷാനവാസ് മുന്നിൽ വന്ന് നിന്നു, അപ്പാനിയുടെ ഒരു ഹായ് ഒക്കെ പറഞ്ഞു, കൈയൊക്കെ കൊടുത്തു. എല്ലാവരും ചോറ് കഴിക്കുന്ന സമയമായതുകൊണ്ട് ഷാനവാസ് ആ കൂട്ടത്തിൽ നിന്ന് മാറി ഫുഡൊക്കെ കഴിച്ച് കാര്യമായിട്ട് തലയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയായിരുന്നു. അപ്പാനിയെ ഒരു പട്ടി വില കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ, പുള്ളിക്കാരൻ അകത്തോട്ട് വന്ന് ബിഗ് ബോസ് ഇൻവൈറ്റ് ചെയ്ത് ബിഗ് ബോസ് അത് ഒരു വിഷൊക്കെ പറയുന്ന സമയത്തും ഷാനവാസ് അപ്പാനിയെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. പുള്ളിക്കാരന്റെ രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് ഷാനവാസ് ഒരു ജെനുവിനായിട്ട് കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്തിനാ അഭിനയിച്ച് താല്പര്യമില്ലാത്ത ഒരാൾക്ക് മുഖം കൊടുക്കുന്നതെന്ന് നമുക്ക് തോന്നും. പിന്നെ അപ്പാനി കറക്റ്റായിട്ട് അനിമോള വന്നിട്ട് അനിമോള എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ തന്നെ തോളിൽ കൈ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ അവർ തമ്മിലുള്ള കോൺവെർസേഷൻസിൽ വരുന്നുണ്ട്. എല്ലാം കുഴപ്പമൊന്നും ഇല്ല. പക്ഷേ പുറത്ത് ഇതേ സപ്പോർട്ട് അപ്പാനി അനിമോൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ശരി, അനിമോളുടെ ഫാൻസ് എല്ലാവരും കരുതിയിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടെ വന്ന് അറ്റാക്ക് ചെയ്യുമോ എന്ന് കരുതിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അങ്ങനെ കരുതിയിരിക്കുന്ന ആണെങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യം ഗസ് ചെയ്യാം. അതായത് ഇപ്പം പുറത്ത് നീ വരുന്നവരൊക്കെ അനിമോൾക്കിട്ട് പണി കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനിമോളുടെ ഗ്രാഫ് ഉയരത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനൊരു സിറ്റുവേഷൻ ഇവരാരും തന്നെ ഉണ്ടാക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി അപ്പാനിയുടെ ഈ ഒരു പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത്. പിന്നെ ഒരു കാര്യമുണ്ട്, വന്നതേ ഉള്ളൂ, നമുക്കൊന്നും ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും കുറേ പേര് വരാനുണ്ട്. ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത് എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. പിന്നെ അനിമോൾ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഈ വരുന്നവരടുത്തൊന്നും ചോദിക്കാനും പാടില്ല, ആരും ഒന്നും പറയാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അക്ബറിന്റെ അടുത്ത് കിടക്കണ്ട, അക്ബറിന്റെ അടുത്ത് കിടക്കുകയാണെങ്കിൽ രാത്രി കിടക്കുമ്പം ആ മൈക്ക് മാറ്റി നിങ്ങൾ സംസാരിക്കും. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല, ഞാൻ അങ്ങനൊന്നും ചോദിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോൾ ആ പറഞ്ഞ കാര്യം ശരിയാണ്. അപ്പാനിയുടെ അടുത്ത് അക്ബറിനെ കിടത്തിയാൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും അക്ബറിന് അറിയാൻ സാധിക്കും. അങ്ങനെ ഒന്നിച്ച് കിടക്കുകയാണെങ്കിൽ അക്ബർ ചിലപ്പോൾ വിൻ ചെയ്യും. കാരണം പുറത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു ഗെയിം എല്ലാം ഇപ്പൊ നന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പാനി. അപ്പോൾ ഏതായാലും ശരി, ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് ലൈവ് അപ്ഡേറ്റ് കണ്ടിട്ട് പറയാം. സോ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.